നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൽ പോയ മാമലക്കണ്ടം ജംഗിൾ സഫാരിയുടെ നമ്മൾ കണ്ട സ്ഥലങ്ങളുടെ ഒരു ബ്രീഫിംഗ് ആണ്. ഇവിടെ കാണുന്നത് മാമലക്കണ്ടം സ്കൂളാണ്, എറണാകുളം ജില്ലയിൽ. KSRTCയുടെ ഈ ബജറ്റ് ടൂറിസത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് പോയത്. ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ടം, ഒരു മലയുടെ താഴ്വാരത്ത് മലഞ്ചെരുവിലുള്ള ഈ സ്കൂള് മാമലക്കണ്ടത്തിന്റെ എല്ലാ വീഡിയോകളിലും നമുക്ക് കാണാൻ കഴിയും. മാമലക്കണ്ടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആണിത്. ഈ സ്കൂളിന് പുറകിലായിട്ട് കാണുന്ന മലയിൽ നിന്ന് വർഷക്കാലത്ത് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ പോയത് ഈ 2025 മാർച്ച് മാസത്തിലാണ്. മഴ ഇല്ലെന്ന് തന്നെയല്ല, നല്ല വെയിലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു കൈവഴി മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇവിടെ കാണുന്ന ആ കളറുള്ള ഇവിടെയാണ് ആ വെള്ളച്ചാട്ടം. വർഷക്കാലത്ത് വലിയൊരു വെള്ളച്ചാട്ടമാണ്, കാണാൻ വളരെ ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. നമ്മൾ ഈ KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൽ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് കാട്ടിൽ കൂടെയുള്ള യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നെത്തുന്നതാണ് ഈ മാമലക്കണ്ടം സ്കൂള്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് മാങ്കുളത്തേക്കാണ്, ആനക്കുളത്തേക്ക്, മാങ്കുളം വഴി. മാങ്കുളം എത്തുന്നതിന് മുമ്പാണ് നമ്മൾ കാണുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ മാർച്ച് മാസത്തിൽ വെള്ളമുള്ളത്, പീച്ചാട് വാട്ടർഫാള് അഥവാ കൈനഗിരി വാട്ടർഫാള്. അല്പനേരം നമുക്ക് ഈ വെള്ളച്ചാട്ടം ഒന്ന് ആസ്വദിക്കാം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിലും വളരെ തണുത്ത ഐസ് പോലെയുള്ള വെള്ളമാണിത്. നമുക്ക് ആകെ ഒരു കുളിർമ വരുന്ന അനുഭവമാണ് ഈ വെള്ളത്തിലിറങ്ങി കൈയും കാലുമെല്ലാം നനച്ച് മുഖമെല്ലാം കഴിക്കുന്നു ഫ്രഷാവുക എന്നുള്ളത്. കൂടുതലൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ യാത്രയുടെ മുഴുവൻ ആയിട്ടുള്ള വീഡിയോ, അതായത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം, കാടിൻ്റെയും തേയില എസ്റ്റേറ്റിൻ്റെയും എല്ലാ കാഴ്ചകളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ KSRTCയുടെ ഈ ബജറ്റ് ടൂറിസത്തിന്റെ ഫുൾ വീഡിയോ. ആ വീഡിയോ കാണണം എന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഉടനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മാങ്കുളം വഴി ആനക്കുളത്തേക്കുള്ള യാത്ര തിരിക്കുകയാണ്. വീണ്ടും ഈ കാടിനുള്ളിൽ കൂടി കയറ്റവും ഇറക്കവും വളവും തിരിവും എല്ലാം ആയിട്ടുള്ള യാത്രയാണ്. മനോഹരമായ റോഡാണ്, വീതി വളരെ കുറവാണ്. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കുന്നതിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. മാങ്കുളത്ത് നിന്ന് നമ്മൾ ആനക്കുളത്ത് എത്തുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ വളരെയധികം റിസോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഹോം സ്റ്റേകളും ഉണ്ട്. നമ്മളങ്ങനെ ആനക്കുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ആന നിന്ന് വെള്ളം കുടിക്കുന്നു. മിക്ക സമയത്തും ഇവിടെ വരുന്നവരെ നിരാശപ്പെടുത്താറുണ്ട് ആനകളെ കാണാതെ. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ കുറച്ച് വെള്ളമാണുള്ളത്. അത്ര നല്ല ചൂടും വെയിലുമാണ്. വെള്ളമെല്ലാം വറ്റി അടുത്തൊരു മഴയെ കാത്തിരിക്കുകയാണ് ഇവിടെ വെള്ളം നിറയുന്നതിന് വേണ്ടി. പക്ഷെ എന്നാലും ഇവിടെ സഞ്ചാരികൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ കാഴ്ച കാണാനായിട്ട് തന്നെ വളരെയധികം ആളുകളിലൂടെ തടിച്ചു കൂടിയിട്ടുണ്ട്.
അല്പം ദൂരെയാണ്, നമ്മളൊന്ന് സൂം ചെയ്ത് കാണിച്ചാണ്. നമ്മുടെ വാഹനത്തിൽ വന്നത് കൂടാതെ തന്നെ ഇതിനു മുമ്പ് വന്ന ജീപ്പുകളിലും കാറുകളിലും മറ്റുമായി വന്നിരുന്ന ഒട്ടനവധി പേര് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന മറു സൈഡിലായിട്ട് ഫോറസ്റ്റിന്റെ ഒരു ഇല്ലിമുളങ്കാട്, അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ എല്ലാം ഉണ്ട്. ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 25 രൂപയാണ് അവിടെ എൻട്രി ഫീസ്. അടുത്ത വീഡിയോയിൽ ഞാനത് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം പൂർണ്ണമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഈ കാഴ്ചകളെല്ലാം കാണാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകിച്ചും കൂടുതലും ഫോറിനേഴ്സാണ് അവിടെ എല്ലാം കയറി ആ ബഞ്ചുകളിലെല്ലാം ഇരുന്ന് ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഈ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത് കണ്ട് നമ്മൾ ഇവിടെ കാണുന്ന പോലെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ വ്യൂ കാണാം. ഇവിടെ ഒരു ആന മാത്രമേ ഇപ്പോഴുള്ളൂ. ഞങ്ങളങ്ങനെ വളരെ നേരം വെയിറ്റ് ചെയ്തതുകൊണ്ട് 1 മണിക്കൂറോളം ഇവിടെ കാത്തു നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. പക്ഷെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറുന്നതിന് മുൻപ് ഒരു ആനക്കൂട്ടം വരുന്നതായിട്ട് തോന്നി. പകുതി പേര് വാഹനത്തിൽ കയറി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഒരു കൂട്ടം ആനകൾ എത്തിയത്. ഏതാണ്ട് ഒരു 5-8 ആനകളുണ്ടായിരുന്നു. ആനകൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ കണ്ടിരുന്ന ആദ്യത്തെ ആന മുകളിലേക്ക് കയറി വഴിമാറി കൊടുത്തു. കുറെ നേരമായിട്ട് ഒറ്റയ്ക്കായിരുന്നു ഈ വെള്ളത്തിൽ. ആന അങ്ങോട്ട് മാറിക്കൊടുത്തു. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞടക്കം 5-8 ആനകളെത്തി. അല്പനേരമാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞങ്ങൾ അതിനുശേഷം നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റായ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഇനി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക്. അതാണ് നമ്മളുടെ ഈ യാത്രയുടെ അവസാനത്തെ കാഴ്ചകൾ. ഫോട്ടോ പോയിന്റും അതുപോലെ മനോഹരമായ ഈ ടീ എസ്റ്റേറ്റിന്റെ കാഴ്ചകളുമെല്ലാം. ആനക്കുളത്തിന്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് നേരെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകാം. ഇവിടെ നിന്ന് അല്പം ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റിലെത്തി. നല്ലൊരു വ്യൂ പോയിന്റിൽ വാഹനം നിർത്തി. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ എത്തിയ പാടെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളിവിടെ എത്തിയ സമയത്തും നല്ല ചൂട് തന്നെയായിരുന്നു. ടീ എസ്റ്റേറ്റിൻ്റെതായ ഒരു തണുപ്പൊന്നും ഞങ്ങൾക്ക് അപ്പോൾ അനുഭവപ്പെട്ടില്ല. എങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഈ ടീ എസ്റ്റേറ്റിന് ഇടയിൽ കാണുന്ന പാറക്കല്ലുകൾ അല്പം സൂം ചെയ്താണ് കാണിച്ചത്. ദൂരെ കാണുന്ന പാറയില് എല്ലാം ആനപ്പിണ്ടം കിടക്കുന്നതായിട്ട് കണ്ടു. പാറയുടെ മുകളിൽ എങ്ങനെയാണ് ഈ ആനപ്പിണ്ടം വരുന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു രാത്രി നേരങ്ങളിലെല്ലാം ഈ പാറയുടെ മുകളിലെല്ലാം ചിലപ്പോൾ ആന കയറി നിൽക്കുന്നുണ്ടായിരിക്കാം. നമ്മളിങ്ങനെ ഈ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ കാഴ്ചകളെല്ലാം കണ്ട് മൂന്നാറിലേക്ക് തിരിച്ച് മൂന്നാറിൽ നിന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ടൂർ അവസാനിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, ഈ ടൂറിന്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.